ഇന്നത്തെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് +1 കെമിസ്ട്രിയിലെ ഓർഗാനിക് കെമിസ്ട്രിയിലെ രണ്ട് കോമ്പൗണ്ടുകളുടെ പ്രിപ്പറേഷൻ പ്രോപ്പർട്ടീസുമാണ്. അതായത് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആൽക്കേനുകളെ പറ്റിയും അറോമാറ്റിക് കോമ്പൗണ്ടായ ബെൻസീനെ പറ്റി, ആൽക്കേൻസിന്റെ പ്രിപ്പറേഷൻ പ്രോപ്പർട്ടീസും അതുപോലെ തന്നെ ബെൻസീന്റെ പ്രിപ്പറേഷൻ പ്രോപ്പർട്ടീസും. അപ്പൊ അതിലാദ്യം നമുക്ക് ആൽക്കേനുകളെ പറ്റി മനസ്സിലാക്കാം. ആൽക്കേനുകളുടെ പ്രത്യേകത നമുക്കറിയാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആണ്, സാച്ചുറേറ്റഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ അതിനെ പാരാഫിൻസ് എന്ന് വിളിപ്പേരുള്ള പാരാഫിൻസ് ആണ് എന്ന് വിളിപ്പേരുള്ള കോമ്പൗണ്ടുകളാണ്. ഇനി അതിന്റെ മോളിക്കുലർ ഫോർമുല പരിശോധിക്കുന്ന സമയത്ത് കാർബണിന്റെ എണ്ണത്തിന്റെ ഇരട്ടിയേക്കാളും 2 ഹൈഡ്രജൻ കൂടുതലായിരിക്കും. ഹൈഡ്രോ കാർബണുകളിൽ CnH2n+2, അതായത് കാർബണിന്റെ എണ്ണത്തിന്റെ ഇരട്ടി ഹൈഡ്രജനേക്കാളും 2 ഹൈഡ്രജൻ കൂടുതലായിരിക്കും. അങ്ങനെ വരുന്ന ജനറൽ ഫോർമുലയുള്ള കോമ്പൗണ്ടുകളാണ്. അപ്പൊ ഇത് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു മാർഗം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ മാർഗം ഫ്രം unsaturated hydrocarbons. ഇനി അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡബിൾ ബോണ്ടുകളുള്ള അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടുകളുള്ള കോമ്പൗണ്ടുകളാണ്. അപ്പൊ അങ്ങനത്തെ ഒരു എക്സാമ്പിൾ CH2, ഡബിൾ ബോണ്ട് CH2, ഇതൊരു അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ആണ്. ആൽക്കീനുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന 2 കാർബണുള്ള ഈ ആൽക്കീന്റെ പേര് എത്തീൻ എന്നോ അല്ലെങ്കിൽ കോമൺ നെയിം ആയിട്ട് എത്തിലീൻ എന്ന് പറയാം. അതുപോലെ തന്നെ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബണിൽ ട്രിപ്പിൾ ബോണ്ടുള്ള വെറൈറ്റീസ് ഉണ്ട്. ട്രിപ്പിൾ ബോണ്ടുള്ള വെറൈറ്റീസിനെ നമുക്ക് ആൽക്കൈനുകൾ എന്ന് റെപ്രസെന്റ് ചെയ്യാം. CH ട്രിപ്പിൾ ബോണ്ടുകൾ CH, അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഈഥൈൻ എന്ന് പറയാം, അല്ലെങ്കിൽ അതിനൊരു കോമൺ നെയിം ഉണ്ട് അസെറ്റിലീൻ. ഓക്കെ, അപ്പൊ നമുക്ക് ആൽക്കേനുകളുടെ പ്രിപ്പറേഷനിൽ ഒന്നാമത്തെ മാർഗം അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ആയ ആൽക്കീനിൽ നിന്നോ അല്ലെങ്കിൽ ആൽക്കൈനിൽ നിന്നോ എങ്ങനെ നമുക്ക് ആൽക്കേനുകൾ പ്രിപ്പയർ ചെയ്യാമെന്ന് ചോദിച്ചാൽ വേറെ ഒന്നും ചെയ്യേണ്ട, വളരെ സിമ്പിൾ ആണ്. ഹൈഡ്രോജനേഷൻ നടത്തിയാൽ മതി. ഹൈഡ്രോജനേഷൻ നടത്തുന്ന സമയത്ത് H2 ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഒരു ഹൈഡ്രജൻ ഇവിടെയും ഒരു ഹൈഡ്രജൻ ഇവിടെയും വരാം. നമുക്ക് CH3 സിംഗിൾ ബോണ്ട് CH3 കിട്ടുന്നുണ്ട്. ഇനി 2 കാർബണുള്ള ആൽക്കേൻ ആണ്. 2 കാർബണുള്ള ആൽക്കേൻ ആയതുകൊണ്ട് 2ന്റെ വാക്ക് എത്താണ്, എത്തേൻ എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ സിംപിളി ഹൈഡ്രോജനേഷനിലൂടെ നമുക്ക് ആൽക്കേനുകൾ പ്രിപ്പയർ ചെയ്യാം. ഇവിടെ അതുപോലെ തന്നെ +H2 ഇക്വേഷൻ നമുക്കൊന്ന് ബാലൻസ് ചെയ്താൽ 2H2 എന്ന് കൊടുത്താൽ ട്രിപ്പിൾ ബോണ്ടുകൾ ബ്രേക്ക് ചെയ്തിട്ട് സിംഗിൾ ബോണ്ട് ആയി മാറുന്നുണ്ട്. CH3 കിട്ടണം. ഇനി ഈ പ്രോസസ്സിന്റെ പേര് ഞാൻ പറഞ്ഞു, ഹൈഡ്രോജനേഷൻ എന്നാണ് പറഞ്ഞത്. ഇനി ഹൈഡ്രോജനേഷന്റെ പ്രത്യേകത, അവിടെ കാറ്റലിസ്റ്റുകൾ ആവശ്യമുണ്ട്. കാറ്റലിസ്റ്റ് സാധാരണ നിക്കൽ കാറ്റലിസ്റ്റോ അല്ലെങ്കിൽ പ്ലാറ്റിനമോ അല്ലെങ്കിൽ പലേഡിയമോ ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് എപ്പോഴും ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ പഠിക്കുക, അതാണ് ഏറ്റവും എളുപ്പം. പറയേണ്ടത് ഇത്രയേ ഉള്ളൂ. അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് ആയ ആൽക്കീനുകളോ അല്ലെങ്കിൽ ആൽക്കൈനുകളോ ഹൈഡ്രോജനേഷൻ നടത്തുക ഇൻ പ്രസൻസ് ഓഫ് നിക്കൽ ഓർ പ്ലാറ്റിനം ഓർ പലേഡിയം കാറ്റലിസ്റ്റ് ടു ഫോം ആൽക്കെയിൻ എന്ന് പറയാം. സോ ആൽക്കെയിൻസിന്റെ പ്രിപ്പറേഷനിൽ ഒന്നാമത്തെ മാർഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആൽക്കെയിൻ പ്രിപ്പറേഷനിൽ ഒന്നാമത്തെ മാർഗം ഫ്രം ഹൈഡ്രോകാർബൺ. ഓക്കെ, അപ്പൊ ഹൈഡ്രോകാർബണിൽ നിന്ന് നമുക്ക് ആൽക്കേനുകൾ പ്രിപ്പയർ ചെയ്യാമെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ മെത്തേഡിലേക്ക് വരാം. രണ്ടാമത്തെ പ്രിപ്പറേഷൻ മെത്തേഡ് ഫ്രം ആൽക്കൈൽ ഹലൈഡ്. ഈ ആൽക്കൈൽ ഹലൈഡ്സിന്റെ നമ്മൾ IUPACനെയും പറയുന്ന സമയത്ത് ഹാലോ ആൽക്കേനുകൾ എന്ന് പറയാറുണ്ട്. അപ്പൊ ഇങ്ങനെ ആൽക്കൈൽ ഹലൈഡ്സിൽ നിന്ന് ആൽക്കേനുകൾ എങ്ങനെ ഉണ്ടാക്കാം എന്ന് ചോദിച്ചാൽ, നമ്മൾ സാധാരണ ആൽക്കൈൽ ഹലൈഡിനെ റെപ്രസെന്റ് ചെയ്യാറുള്ളത് RX എന്നാണ്. X എന്ന് വെച്ചാൽ ഹാലജൻ ആണ്. എക്സാമ്പിൾ ആയിട്ട് R ഗ്രൂപ്പിന് പകരം നമുക്ക് CH3, X ന് പകരം Cl. ഒരു എക്സാമ്പിൾ കൂടെ നോക്കിയാൽ R ന് പകരം C2H5, X ന് പകരം വേറൊരു ഹാലജൻ Br. അപ്പൊ ഇങ്ങനത്തെ എക്സാമ്പിൾ നമുക്ക് പറയാം.
അപ്പൊ എന്തായാലും ശരി, രണ്ടാമത്തെ മെത്തേഡിൽ നമുക്ക് പങ്കെടുക്കേണ്ട കോമ്പൗണ്ട് ആൽക്കൈൽ ഹാലൈഡ് ആണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഈ ആൽക്കൈൽ ഹാലൈഡിന്റെ IUPAC നെയും നമുക്കറിയാം, അത് ഹാലോ ആൽക്കെയിൻ ആണ്. ഈ ആൽക്കൈൽ ഹാലൈഡുകൾ നമുക്ക് റെപ്രസെന്റ് ചെയ്യുന്നത് RX എന്നാണ്. ഇനി എക്സാമ്പിളിലെ പേര് പറയുന്ന സമയത്ത് CH3Cl ആൽക്കൈൽ ഹാലൈഡ് എന്നൊരു പേര് പറഞ്ഞാൽ നമുക്ക് CH3 ഗ്രൂപ്പിന് മീത്തൈൽ എന്ന് പറയാം. മീത്തൈൽ ഹാലൈഡ് ക്ലോറൈഡ്. ഇനി ഇതേ കോമ്പൗണ്ടിന് തന്നെ IUPAC നെയും പറയാൻ പറഞ്ഞാൽ അത് ഹാലോ എന്ന് പറയുന്ന സമയത്ത് ക്ലോറോ. ഇനി ബാക്കി ആൽക്കെയിൻ ആണ്. അപ്പൊ ഒരു കാർബണുള്ള ആൽക്കെയിന്റെ പേര് മീത്തേൻ. ശരി. ഇനി C2H5Br അതിന്റെ IUPAC നെയും പറയാൻ പറഞ്ഞാൽ C2H5 ഗ്രൂപ്പിന്റെ പ്രത്യേകത C2H5 നമുക്ക് രണ്ട് കാർബൺ ആണ്. രണ്ട് കാർബൺ ആയതുകൊണ്ട് തന്നെ ഈഥൈൽ, ആൽക്കൈൽ, ഹാലൈഡ്, ബ്രോമൈഡ്. ഇനി ഇതേ കോമ്പൗണ്ടിന് തന്നെ IUPAC നെയും ഹാലോ ആൽക്കെയിൻ, ബ്രോമിൻ ആണ് ഹാലജൻ, അപ്പൊ അതുകൊണ്ട് തന്നെ ബ്രോമോ. ഇനി ആൽക്കെയിന്റെ പേര് പറയാൻ പറഞ്ഞാൽ രണ്ട് കാർബണുള്ള ആൽക്കെയിൻ ആണ്, അപ്പൊ അതുകൊണ്ട് തന്നെ ഈഥൈൽ. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ആൽക്കെയിനുകളുടെ പ്രിപ്പറേഷനിൽ രണ്ടാമത്തെ മെത്തേഡ് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. രണ്ടാമത്തെ മെത്തേഡിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു, ആൽക്കൈൽ ഹാലൈഡ് നിന്ന് പ്രിപ്പയർ ചെയ്യണം. അപ്പൊ അതുകൊണ്ട് തന്നെ ആൽക്കൈൽ ഹാലൈഡ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആൽക്കൈൽ ഹാലൈഡ്സിന്റെ IUPAC നെയും പഠിക്കണം. അത് ഹാലോ ആൽക്കെയിനുകൾ എന്നാണ്. RX എന്ന് റെപ്രസെന്റ് ചെയ്യാൻ എക്സാമ്പിൾ ആയിട്ട് രണ്ട് എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. അതിന്റെ പേര് നമുക്ക് അറിയാം. ഇനി ഈ ആൽക്കൈൽ ഹാലൈഡിലൂടെ എന്തോന്ന് ചേർത്താൽ അല്ലെങ്കിൽ എന്ത് ചേർത്താൽ നമുക്ക് ആൽക്കെയിനുകൾ കിട്ടും എന്ന് ചോദിച്ചാൽ നമുക്ക് അതിനു വേണ്ടി മെറ്റാലിക് സോഡിയം ആഡ് ചെയ്യണം. ഓക്കെ, സോഡിയം ആഡ് ചെയ്യണം. അപ്പൊ സോഡിയം ആഡ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് റിയാക്ഷൻ എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആണ് റിയാക്ഷൻ. അപ്പൊ നിങ്ങൾ ഇപ്പുറത്തോട്ട് മാറ്റി എഴുതി ചെയ്യണം. ഈ സോഡിയം ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് യഥാർത്ഥത്തിൽ അവിടെ ഒരു സോഡിയമേ ഉപയോഗിച്ചുള്ളെങ്കിലും യഥാർത്ഥത്തിൽ ആക്ച്വലി അവിടെ രണ്ട് സോഡിയം ഉപയോഗിക്കണം. അതുപോലെ തന്നെ ഇവിടെ രണ്ട് ആൽക്കൈൽ ഹാലൈഡും പങ്കെടുക്കണം. ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിൽ RX + Na എന്ന് മാത്രമേ തന്നിട്ടുള്ളെങ്കിലും നിങ്ങൾ അവിടെ രണ്ട് ആൽക്കൈൽ ഹാലൈഡും രണ്ട് സോഡിയം ഉപയോഗിച്ച് തന്നെ ചെയ്യണം. എങ്കിൽ ഇങ്ങോട്ട് മാറ്റി എഴുതാം RX. ഈ രണ്ട് ആൽക്കൈൽ ഹാലൈഡ് ഇങ്ങോട്ട് മാറ്റി എഴുതി രണ്ട് സോഡിയം Na. എന്നിട്ട് ബൈ പ്രോഡക്റ്റ് ആയിട്ട് NaX ഒന്ന്, NaX രണ്ടെണ്ണം പോയി. ബാക്കി കിട്ടുന്ന കോമ്പൗണ്ടിന്റെ ഫോർമുല RR എന്ന് എഴുതാം. RR + 2NaX. ഇങ്ങനെ കിട്ടുന്ന RR എന്നറിയപ്പെടുന്ന കോമ്പൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേര് ആൽക്കെയിൻ എന്നാണ് നമുക്ക് അറിയാം. ഓക്കെ, അപ്പോ ആൽക്കെയിനുകൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സെന്റൻസ് പഠിക്കുക. ആൽക്കൈൽ ഹാലൈഡ് റിയാക്ട്സ് വിത്ത് മെറ്റാലിക് സോഡിയം ടു ഫോം ആൽക്കെയിൻ എന്ന് പറയാം. ഇനി ഈ പറഞ്ഞിരിക്കുന്ന റിയാക്ഷൻ നടത്തുന്നത് സാധാരണ ഒരു ഡ്രൈ ഈതറിന്റെ പ്രസൻസിലാണ്. അപ്പൊ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ തയ്യാറാക്കാം. ആൽക്കൈൽ ഹാലൈഡ് റിയാക്ട്സ് വിത്ത് മെറ്റാലിക് സോഡിയം ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ ടു ഫോം ആൽക്കെയിൻ എന്ന് പറയണം. ഓക്കെ, ഇനി പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ വളരെ പ്രശസ്തമായ ഇക്വേഷൻ ആണ്. ഇക്വേഷൻ അറിയപ്പെടുന്ന പേര് ഒരു നെയിം റിയാക്ഷൻ ആണ്. അത് എങ്ങനെ വായിക്കാം? വുഡ്സ് റിയാക്ഷൻ എന്ന് വായിക്കാം. ഓക്കെ, അപ്പൊ രണ്ടാമത് പഠിച്ച ഹെഡിങ് ശരിക്കും പറഞ്ഞാൽ അത് പരീക്ഷയ്ക്ക് വുഡ്സ് റിയാക്ഷൻ എന്ന പേരിലും ചോദിക്കാറുണ്ട്. വുഡ്സ് റിയാക്ഷൻ എന്താണ് എന്ന് ചോദിച്ചാൽ ഇങ്ങനെ പറയണം. ആൽക്കൈൽ ഹാലൈഡ് റിയാക്ട്സ് വിത്ത് മെറ്റാലിക് സോഡിയം ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ ടു ഫോം ആൽക്കെയിൻ എന്ന് പറഞ്ഞാൽ അത് വുഡ്സ് റിയാക്ഷൻ ആയി. ഓക്കെ, ഇനി എക്സാമ്പിൾ നമുക്ക് ചെയ്ത് കാണിക്കാം. എക്സാമ്പിൾ ചെയ്യാം. CH3Cl plus metallic sodium Na in presence of dry ether. ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് മാറ്റി എഴുതി ചെയ്യണം. ഇവിടെ രണ്ട് സോഡിയം, ഇവിടെ രണ്ട് ആൽക്കൈൽ ഹാലൈഡ്. CH3Cl രണ്ടെണ്ണം ഇങ്ങോട്ട് മാറ്റി എഴുതി. രണ്ട് സോഡിയം Na. ബൈ പ്രോഡക്റ്റ് NaCl പോയി. ബാക്കി കിട്ടുന്ന കോമ്പൗണ്ടിന്റെ ഫോർമുല CH3 plus 2NaCl. നമുക്കറിയാം CH3 രണ്ട് കാർബണുള്ള ആൽക്കീൻ ആകുമ്പോഴത്തേക്ക് അവിടെ ഈഥൈൽ എന്ന് പറയാം. ഓക്കെ, അപ്പൊ പരീക്ഷയ്ക്ക് അങ്ങനെയൊക്കെ ചോദിക്കാം. മീഥൈൽ ക്ലോറൈഡിന് വുഡ്സ് റിയാക്ഷൻ ചെയ്താൽ കിട്ടുന്ന പ്രോഡക്റ്റ് മീഥൈൻ അല്ല, പകരം ഈഥൈൻ ആണ്. ഓക്കെ, അടുത്ത എക്സാമ്പിളോടെ ചെയ്യാം. C2H5Br plus 2Na. ഇവിടെ രണ്ട് ഡ്രൈ ഈഥർ. സോ C2H5Br NaBr പോയി. ബാക്കി കിട്ടുന്ന കോമ്പൗണ്ടിന്റെ ഫോർമുല C2H5 ബോണ്ട് C2H5 plus 2NaBr. സോ
സോ ഈ ഹൈഡ്രോകാർബണിന്റെ പ്രത്യേകത, ഈ ആൽക്കേന്റെ പേര് നമുക്കറിയാം, 2 2 4 കാർബൺ. 4 കാർബണിന്റെ വാക്ക് ബ്യൂട്ടാണ്. ബ്യൂട്ടുള്ള ആൽക്കേന്റെ പേര് ബ്യൂട്ടൈൻ ആണ്. ബ്യൂട്ടൈൻ. അപ്പൊ പരീക്ഷയ്ക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസും ചോദിക്കാം. ഈഥൈൽ ബ്രോമൈഡ് അല്ലെങ്കിൽ ഈഥൈൽ ക്ലോറൈഡിനെയൊക്കെ വുഡ്സ് റിയാക്ഷൻ ചെയ്താൽ കിട്ടുന്നത് ബ്യൂട്ടൈൻ ആണെന്ന് ഓർമ്മിക്കുക. ഈഥൈൽ അല്ല കിട്ടുന്നത്, പകരം ഇരട്ടി കാർബണുള്ള ബ്യൂട്ടൈൻ ആണെന്ന് ഓർമ്മിക്കുക. സോ നമുക്ക് പറഞ്ഞു വന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ആൽക്കെയിൻസിന്റെ പ്രിപ്പറേഷൻ 2 മെത്തേഡ് പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് ഹൈഡ്രോ കാർബൺ ഉപയോഗിച്ച്, രണ്ടാമത്തെ വുഡ്സ് റിയാക്ഷൻ. വുഡ്സ് റിയാക്ഷന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം, അവിടെ ആൽക്കൈൽ ഹാലൈഡ് റിയാക്ട്സ് വിത്ത് മെറ്റാലിക് സോഡിയം ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ ടു ഫോം ആൽക്കെയിൻ എന്ന് പറയാം. ഈ എക്സാമ്പിൾസ്, എത്ര എക്സാമ്പിൾസ് വേണോ നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് പ്രോപ്പർട്ടീസ് പഠിക്കാം. അതിൽ ഒന്നാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് ഒരു ആൽക്കെയിൻ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതുവരെ പറഞ്ഞത് ഒരു ആൽക്കെയിന്റെ പ്രിപ്പറേഷൻ മെത്തേഡാണ്, ആൽക്കെയിൻ ഉണ്ടാക്കുന്ന വിധമാണ് പറഞ്ഞതെങ്കിൽ, ഇനി അങ്ങോട്ട് ആൽക്കെയിൻസിന്റെ പ്രോപ്പർട്ടീസ് ആണ്, അതായത് ആൽക്കെയിൻസിന്റെ റിയാക്ഷൻസ് ആണ്. അപ്പൊ അതിൽ ഈ പറഞ്ഞിരിക്കുന്ന ആൽക്കെയിൻ 1 2 3 4 5 6 കാർബണുള്ള ഹെക്സ് ആണ് വാക്ക്, ഹെക്സ് ഏൻ ആണ്. ഇനി ഓപ്പൺ ചെയിൻ ആയതുകൊണ്ട് അത് നോർമൽ ഹെക്സൈൻ ആണ്. ഇനി ഇവിടെ 2 പ്രോഡക്റ്റുകളായിട്ട് മാറുന്നുണ്ട്. ഈ 2 പ്രോഡക്റ്റുകളുടെ പ്രത്യേകത, ലോങ്സ്റ്റീൽ 5 കാർബൺ, സോ പെന്റൈൻ ആണ്. അതില് 1 2 3 4 5 രണ്ടാമത്തെ കാർബൺ മീഥൈൻ ഉണ്ട്, സോ 2 മീഥൈൻ പെന്റൈൻ ആണ് ഒരു പ്രോഡക്റ്റ്. ഇനി ഇതിന്റെ പ്രത്യേകത 1 2 3 4 5 പെന്റൈൻ തന്നെയാണ്. അതിലെ മൂന്നാമത്തെ കാർബണിൽ മീഥൈൻ, 3 മീഥൈൻ. അപ്പൊ അതില് ആൽക്കെയിന്റെ പ്രോപ്പർട്ടിയിൽ ഒന്നാമത്തെ പ്രോപ്പർട്ടി ആയിട്ടാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ പ്രോപ്പർട്ടിയുടെ പ്രത്യേകത, അവിടെ ഒരു ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട് ആയ അല്ലെങ്കിൽ നോർമൽ ഹെക്സൈൻ എന്നറിയപ്പെടുന്ന കോമ്പൗണ്ട് 2 മറ്റു കോമ്പൗണ്ടുകളായി മാറുന്നുണ്ട്. ആ 2 കോമ്പൗണ്ടുകൾ, ഒന്ന് 2 മീഥൈൽ പെന്റൈൻ, മറ്റൊന്ന് 3 മീഥൈൽ പെന്റൈൻ. ഇപ്പൊ മോളിക്കുലർ ഫോമിൽ നോക്കിയാൽ അറിയാം, ഇവിടെ നമുക്ക് 6 കാർബൺ ഉണ്ട്, പിന്നെ ഹൈഡ്രജൻ 3 5 7 9 11 14. ഈ കോമ്പൗണ്ടിന്റെ മോളിക്കുലർ ഫോമിൽ നോക്കിയാലും ഇങ്ങനെ തന്നെ, അല്ലെങ്കിൽ ഇതിന്റെ മോളിക്കുലർ ഫോമിൽ നോക്കിയാലും നമുക്കറിയാം അവിടെ C6H14 ആണെന്ന് നമുക്കറിയാം. അതായത് ഒരു ആൽക്കെയിൻ, ഒരു സ്ട്രെയിറ്റ് ചെയിൻ ആൽക്കെയിൻ അതിന്റെ ഐസോമറുകളായി മാറുന്ന റിയാക്ഷൻ ആണ്. അപ്പൊ ഇങ്ങനെ ഐസോമറുകളായി മാറുന്ന ഈ റിയാക്ഷനെ വിളിക്കേണ്ട പേര് ഐസോമറൈസേഷൻ എന്ന് പറയണം. ഐസോമറൈസേഷൻ. ഓക്കെ, ഈ ഐസോമറൈസേഷന് വേണ്ടി എന്ത് ഉപയോഗിക്കണം എന്ന് ചോദിച്ചാൽ വളരെ സ്പെസിഫിക് ആയിട്ട് അവിടെ ആൻഹൈഡ്രസ്, അലുമിനിയം ക്ലോറൈഡും പിന്നെ കൂടെ HCl ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് റിയാക്ഷൻ ഇങ്ങനെ സ്റ്റേറ്റ് ചെയ്യാം. പ്രോപ്പർട്ടിയിലെ ഒന്നാമത്തെ പ്രോപ്പർട്ടി ഐസോമറൈസേഷൻ ആണ്. ഐസോമറൈസേഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം, അവിടെ ലോങ് ചെയിൻ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ചെയിൻ ഹൈഡ്രോകാർബൺ, സ്ട്രെയിറ്റ് ചെയിൻ ആൽക്കെയിൻസിന്റെ പ്രത്യേകത റിയാക്ട്സ് വിത്ത് ആൻഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് HCl ആയിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് അത് കറസ്പോണ്ടിങ് ഐസോമറുകളായി മാറുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഐസോമറൈസേഷൻ എന്നൊരു വാക്കുകൊണ്ട് പറയേണ്ടത്. സോ ആൽക്കെയിൻസിന്റെ പ്രോപ്പർട്ടിയിൽ ഒന്നാമത്തെ പ്രോപ്പർട്ടി ഐസോമറൈസേഷൻ ആണ്. അത് സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറഞ്ഞാൽ നോർമൽ ഹെക്സൈനെ ഐസോമറൈസേഷൻ ചെയ്താൽ കിട്ടുന്ന പ്രോഡക്റ്റുകൾ 2 മീഥൈൽ പെന്റൈനും 3 മീഥൈൽ പെന്റൈനുമാണ്. ഇനി ഐസോമറൈസേഷന് വേണ്ടി ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസ് എന്താണെന്ന് ചോദിച്ചാൽ അവിടെ കൃത്യമായി പറയണം, ആൻഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് HCl ആണെന്ന് പറയണം. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ നമുക്ക് നോർമൽ ഹെക്സൈന്റെ മറ്റൊരു റിയാക്ഷൻ കൂടെ കാണാം. നോർമൽ ഹെക്സൈൻ അതിന്റെ കൂടെ നമുക്ക് പിന്നെ 2 ഓക്സൈഡുകൾ, ഉദാഹരണം മോളിബ്ഡിനം ഓക്സൈഡ് അല്ലെങ്കിൽ വനേഡിയം പെന്റോക്സൈഡ് ഒരു ഹൈ ടെമ്പറേച്ചറിലും ഹൈ പ്രഷറിലും അതായത് മിക്സർ ഓക്സൈഡുകളുടെ മോളിബ്ഡിനത്തിന്റെയോ വനേഡിയത്തിന്റെയോ ഓക്സൈഡുകളും അതുപോലെ തന്നെ ഹൈ ടെമ്പറേച്ചറും ഹൈ പ്രഷറും കീപ്പ് ചെയ്താൽ ഈ പറഞ്ഞിരിക്കുന്ന നോർമൽ ഹെക്സൈൻ എന്നറിയപ്പെടുന്ന കോമ്പൗണ്ട് അരോമാറ്റിക് കോമ്പൗണ്ട് ആയ ബെൻസീനായി മാറണം. C6H6 ആയി മാറുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു അരോമാറ്റിക് കോമ്പൗണ്ട് ഉണ്ടാകുന്ന ഈ പ്രോപ്പർട്ടിയെ, ആൽക്കെയിനിൽ നിന്ന് അരോമാറ്റിക് കോമ്പൗണ്ട് ഉണ്ടാകുന്ന ഈ പ്രോപ്പർട്ടിയെ നമ്മൾ വിളിക്കുന്ന പേര് അരോമാറ്റൈസേഷൻ എന്ന് പറയണം, അല്ലെങ്കിൽ മറ്റൊരു പേര് റീഫോർമിംഗ് എന്നൊരു വാക്കുകൊണ്ട് പറയണം. ഓക്കെ, അപ്പൊ നമുക്ക് ആൽക്കെയിനുകളുടെ പ്രോപ്പർട്ടീസ് ആയിട്ട് 2 പ്രോപ്പർട്ടിയാണ് പറഞ്ഞത്. ഒന്നാമത്തത് ഐസോമറൈസേഷൻ, മറ്റൊന്ന് അരോമാറ്റൈസേഷൻ അല്ലെങ്കിൽ റിഫോമിംഗ് എന്ന് പറയണം. ഈ രണ്ടിന്റെ പ്രത്യേകത, രണ്ടിനും എക്സാമ്പിൾ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് നോർമൽ ഹെക്സൈൻ ആണ്. നോർമൽ ഹെക്സൈന്റെ കൂടെ ആൻഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡും HCl റിയാക്ട് ചെയ്താൽ 2 മീഥൈൽ പെന്റൈനും 3 മീഥൈൽ പെന്റൈന്റെ മിക്സർ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഐസോമറുകളുടെ മിക്സർ കിട്ടുന്നുണ്ട്. അതേസമയം അവിടെ ഓക്സൈഡുകൾ മോളിബ്ഡിനം ഓക്സൈഡോ വനേഡിയം പെന്റോക്സൈഡോ ഹൈ ടെമ്പറേച്ചറിലും ഹൈ പ്രഷറിലും റിയാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ബെൻസീൻ ആണെന്ന് ഓർമ്മിക്കുക. എങ്കിൽ രണ്ടാമത് പറഞ്ഞ റിയാക്ഷൻ അരോമാറ്റൈസേഷൻ അല്ലെങ്കിൽ റിഫോമിംഗ് ആണ്. ആദ്യം പറഞ്ഞ റിയാക്ഷൻ ഐസോമറൈസേഷൻ ആണെന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യം ആൽക്കെയിൻസിന്റെ പ്രിപ്പറേഷൻ പ്രോപ്പർട്ടീസ് പറഞ്ഞു. പ്രോപ്പർട്ടി ആയിട്ട് 1
ഐസോമറൈസേഷൻ, രണ്ട് അറോമാറ്റൈസേഷൻ അല്ലെങ്കിൽ റിഫോമിംഗ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞത് ആൽക്കൈന്റെ പ്രിപ്പറേഷൻ പ്രോപ്പർട്ടീസ് ആണ്. ആൽക്കൈന്റെ പ്രിപ്പറേഷൻ മെത്തേഡ് രണ്ടെണ്ണം. ഒന്ന് ഹൈഡ്രോകാർബണുകളുടെ കൂടെ ഹൈഡ്രോജനേഷൻ ചെയ്താൽ നമുക്ക് ആൽക്കൈനുകൾ കിട്ടണം. അതുപോലെ തന്നെ വുഡ്സ് റിയാക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ആൽക്കൈൽ ഹാലൈഡ് റിയാക്ട്സ് വിത്ത് മെറ്റാലിക് സോഡിയം ഇൻ പ്രസൻസ് ഓഫ് ട്രൈ ഈതർ ടു ഫോം ആൽക്കൈൻ എന്ന് പറയണം. ഇതിന്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് ഒന്ന് അരോമാറ്റൈസേഷനും ഒന്ന് ഐസോമറൈസേഷനും മറ്റൊന്ന് അരോമാറ്റൈസേഷനും. ഐസോമറൈസേഷൻ ഉപയോഗിക്കുന്നത് ആൻഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡും HCl ആണെങ്കിൽ അതേസമയം അരോമാറ്റൈസേഷൻ ഉപയോഗിക്കുന്നത് ഓക്സൈഡുകളുടെ മിക്സ്ചറും അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചറും ഹൈ പ്രഷറും ആണെന്ന് ഓർമ്മ വേണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആൽക്കൈനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാം. ഇനി നമുക്ക് ബെൻസീന്റെ പ്രിപ്പറേഷൻ പ്രോപ്പർട്ടീസ് പഠിക്കാം. അതിൽ ആദ്യം ബെൻസീൻ എന്നറിയപ്പെടുന്നത് ഒരു അരോമാറ്റിക് കോമ്പൗണ്ട് ആണ്. അതിനെ നമുക്ക് C6H6 എന്ന് റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ റെപ്രസെന്റ് ചെയ്യാമെന്ന് നമുക്കറിയാം. ബെൻസീന്റെ പ്രിപ്പറേഷൻ മെത്തേഡ് നമുക്ക് 3 കോമ്പൗണ്ടിൽ നിന്നുള്ള പ്രിപ്പറേഷൻ മെത്തേഡാണ് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തത് ഫിനോളിന്റെ കൂടെ അല്ലെങ്കിൽ ഫിനോളിൽ നിന്ന് നമുക്ക് ബെൻസീൻ പ്രിപ്പയർ ചെയ്യണം. അതുപോലെ തന്നെ സോഡിയം ബെൻസോയേറ്റ് എന്നറിയപ്പെടുന്ന ബെൻസോയിക് ആസിഡിന്റെ സോഡിയം സോൾട്ടിൽ നിന്ന് ബെൻസീൻ പ്രിപ്പയർ ചെയ്യണം. അതുപോലെ തന്നെ അസറ്റിലിൻ ഗ്യാസിന് അല്ലെങ്കിൽ ഈഥൈൻ ഗ്യാസിൽ നിന്ന് നമുക്ക് ബെൻസീൻ പ്രിപ്പയർ ചെയ്യുന്ന മാർഗം പഠിക്കണം. അങ്ങനെ 3 മെത്തേഡുകൾ നമുക്ക് പറയാനുണ്ട്. അപ്പൊ അതിൽ ഫിനോളിന്റെ കൂടെ വെറും സിങ്ക് ഡസ്റ്റ് ആഡ് ചെയ്താൽ മതി. സിങ്ക് ഡസ്റ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് സിങ്ക് ഓക്സൈഡുകൾ ഇസെറ്റിനും ഓയും കൂടെ കമ്പൈൻ ചെയ്തിട്ട് സിങ്ക് ഓക്സൈഡ് ഫോം ചെയ്യുന്നുണ്ട്. ബാക്കി കിട്ടുന്നത് C6H6 ആണ്, അല്ലെങ്കിൽ ബെൻസീൻ ആണ് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ബെൻസീന്റെ പ്രിപ്പറേഷൻ മെത്തേഡ് ഒന്നാമത്തെ മെത്തേഡ് പറഞ്ഞു കഴിഞ്ഞു. ഫിനോളിന്റെ കൂടെ സിങ്ക് ഡസ്റ്റ് ആഡ് ചെയ്താൽ നമുക്ക് ബെൻസീൻ കിട്ടണം. സിങ്ക് ഓക്സൈഡ് അവിടെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് പുറത്തു പോകണം. ഇനി സോഡിയം സോൾട്ട് ബെൻസോയിക് ആസിഡ് അല്ലെങ്കിൽ സോഡിയം ബെൻസോയേറ്റിൽ നിന്ന് എങ്ങനെ നമുക്ക് ബെൻസീൻ ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ അവിടെ കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്ന NaOHന്റെയും സോഡ, ക്യുക്ക് ലൈം എന്നറിയപ്പെടുന്ന കാൽസ്യം ഓക്സൈഡിന്റെയും, അപ്പൊ സോഡയും ലൈമും കൂടെ ചേർന്ന് കിട്ടുന്ന സോഡ ലൈം ഉപയോഗിച്ചാൽ മതി. കാസ്റ്റിക് സോഡയുടെ സോഡയും ക്യുക്ക് ലൈമിന്റെ ലൈമും കൂടി ചേർന്നിട്ട് ഇതിനെ ഈ മിക്സറിനെ നമ്മൾ വിളിക്കുന്ന പേര് സോഡ ലൈം എന്നാണ്. ഈ സോഡ ലൈം ഉപയോഗിക്കുന്ന സമയത്ത് Na2C123O, ഇപ്പൊ Na2CO3 പുറത്ത് പോകുന്നുണ്ട്. Na2CO3 Na2C1 2 പിന്നെ ഈ ഓക്സിജൻ, ബാക്കി ഒരു ഹൈഡ്രജൻ ഉണ്ട്. ആ ഹൈഡ്രജനോട് ഇരിക്കാം, അത് ബെൻസീൻ ആണെന്ന് നമുക്ക് അറിയാം. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ മെത്തേഡ് പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ മെത്തേഡ് വേറൊന്നുമില്ല, സോഡിയം ബെൻസോയേറ്റിന്റെ കൂടെ സോഡ ലൈം ഉപയോഗിച്ചാൽ നമുക്ക് ഡീകാർബോക്സിലേഷൻ നടന്നിട്ട് നമുക്ക് ബെൻസീൻ കിട്ടുമെന്ന് മനസ്സിലായിട്ടുണ്ട്. സോഡ ലൈം എന്ന് ഉദ്ദേശിക്കുന്നത് കാസ്റ്റിക് സോഡയായ NaOHന്റെയും ക്യുക്ക് ലൈം എന്നറിയപ്പെടുന്ന കാൽസ്യം ഓക്സൈഡിന്റെ മിക്സ്ചർ ആണ് ഓർമ്മിക്കുക. ഇനി മൂന്നാമത്തെ പ്രിപ്പറേഷൻ മെത്തേഡ് അവിടെ അസറ്റിലിൻ ഗ്യാസിനെ നമ്മൾ റെഡ് ഹോട്ട് ട്യൂബിലൂടെ ഹൈ ടെമ്പറേച്ചർ 873 കെൽവിനിൽ പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് 3 അസറ്റിലിൻ ഗ്യാസ് ചേർന്നിട്ട് അവിടെയും നമുക്ക് ബെൻസീൻ കിട്ടുന്നുണ്ട്. ഇങ്ങനെ കിട്ടുന്ന ഈ പ്രോസസ്സിനെ നമുക്ക് സൈക്ലിക് പോളിമറൈസേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ബെൻസീന്റെ പ്രിപ്പറേഷൻ മെത്തേഡുകൾ 3 എണ്ണം. ഒന്നാമത്തത് ഫിനോളിന്റെ കൂടെ സിങ്ക് ഡസ്റ്റ് ആഡ് ചെയ്ത് ബെൻസീൻ ഉണ്ടാക്കാം. രണ്ടാമത്തത് സോഡിയം ബെൻസോയേറ്റിന്റെ കൂടെ സോഡ ലൈം ഉപയോഗിച്ച് നമുക്ക് ബെൻസീൻ ഉണ്ടാക്കാം. മൂന്നാമത്തത് സൈക്ലിക് പോളിമറൈസേഷൻ, അസറ്റിലിൻ ഗ്യാസിന്റെ അല്ലെങ്കിൽ ഈഥൈൻ ഗ്യാസിന്റെ സൈക്ലിക് പോളിമറൈസേഷൻ ഇൻ പ്രസൻസ് ഓഫ് അല്ലെങ്കിൽ റെഡ് ഹോട്ട് ട്യൂബിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഹൈ ടെമ്പറേച്ചറിൽ നമുക്ക് ബെൻസീൻ കിട്ടുമെന്ന് പറയാം. അപ്പൊ അങ്ങനെ ബെൻസീന്റെ 3 പ്രിപ്പറേഷൻ മെത്തേഡുകൾ നമുക്ക് അറിയാം. ഇനി നമുക്ക് ബെൻസീന്റെ പ്രോപ്പർട്ടീസ് പഠിക്കാം. പ്രോപ്പർട്ടീസ് ആയിട്ട് 2 പ്രോപ്പർട്ടിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ആ 2 പ്രോപ്പർട്ടി നമുക്ക് പൊതുവെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന ഹെഡിങ്ങിൽ ഉൾപ്പെടുത്താം. അതിൽ ഒന്നാമത്തെ പ്രോപ്പർട്ടി നൈട്രേഷൻ എന്നും രണ്ടാമത്തെ പ്രോപ്പർട്ടി ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അത് നൈട്രേഷൻ നോക്കാം. നൈട്രേഷന് വേണ്ടി നമ്മൾ ആദ്യം ബെൻസീൻ എടുക്കുന്നു. ബെൻസീന്റെ പ്രോപ്പർട്ടിയാണ്. ബെൻസീന്റെ കൂടെ നൈട്രേഷന് എന്തൊക്കെ വേണം എന്ന് ചോദിച്ചാൽ അവിടെ 2 കോൺസെൻട്രേറ്റഡ് ആസിഡുകളുടെ മിക്സർ ആണ്. അതിലൊന്ന് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡും മറ്റൊന്ന് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. ഈ പറഞ്ഞിരിക്കുന്ന മിക്സറിനെ 2 കോൺസെൻട്രേറ്റഡ് ആസിഡുകളുടെ മിക്സറിനെ നമ്മൾ വിളിക്കുന്ന പേര് നൈട്രേറ്റിംഗ് മിക്സ്ചർ എന്ന് പറയാം. നൈട്രേറ്റിംഗ് മിക്സ്ചർ റിയാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ നൈട്രോബെൻസീൻ എന്നറിയപ്പെടുന്ന കോമ്പൗണ്ട് ഫോം ചെയ്യണം. അപ്പൊ നൈട്രേഷന്റെ പ്രോഡക്റ്റ് നമുക്കറിയാം, അത് NO2 വരുന്ന നൈട്രോബെൻസീൻ ആണ്. അപ്പൊ എങ്ങനെ നമുക്ക് നൈട്രേഷൻ പറയാം എന്ന് ചോദിച്ചാൽ നൈട്രേഷൻ ഇത്രയേ ഉള്ളൂ. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന ഹെഡിങ്ങിൽ അറിയപ്പെടുന്ന 2 റിയാക്ഷൻസ് ആണ് നമുക്ക് പ്രോപ്പർട്ടീസ് ആയിട്ട് പറയാനുള്ളത്. അതിലൊന്ന് നൈട്രേഷൻ ആണ്. നൈട്രേഷന്റെ പ്രത്യേകത ബെൻസീൻ ഓൺ നൈട്രേഷൻ വിത്ത് നൈട്രേറ്റിംഗ് മിക്സ്ചർ. നൈട്രേറ്റിംഗ് മിക്സ്ചർ ഈസ് എ മിക്സ്ചർ ഓഫ് കോൺസെൻട്രേറ്റഡ് HNO3 ആൻഡ് കോൺസെൻട്രേറ്റഡ് H2SO4 ടു ഫോം നൈട്രോബെൻസീൻ എന്ന് നമുക്ക് പറയാം.
ഇനി ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷന്റെ പ്രത്യേകത, അവിടെ ബെൻസീന്റെ കൂടെ ഒരു ആൽക്കൈൽ ഹാലൈഡ് വേണം, CH3Cl ഫോർ എക്സാമ്പിൾ. അല്ലെങ്കിൽ ബെൻസീന്റെ കൂടെ മറ്റൊരു ആൽക്കൈൽ ഹാലൈഡ് C2H5Br എന്നോ Cl എന്നോ എന്തെങ്കിലും എക്സാമ്പിൾ. റിയാക്ട് സമയത്ത് അവിടെ ആൻഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് AlCl3 ആൻഹൈഡ്രസ് AlCl3 റിയാക്ട് സമയത്ത് ഈ CH3 ഗ്രൂപ്പ് ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് CH3 ഉണ്ടാവുന്നു. അതുപോലെ തന്നെ ഇവിടെ CH3 ക്ക് പകരം C2H5 ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എങ്കിൽ അവിടെ കിട്ടുന്ന ആ ടൈപ്പ് ഓഫ് കോമ്പൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേര് പൊതുവെ ആൽക്കൈൽ ബെൻസീൻ എന്ന് അറിയപ്പെടാം. ആൽക്കൈൽ ബെൻസീൻ. അപ്പൊ പറയേണ്ടത് എത്രയേ ഉള്ളൂ, ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ അല്ലെങ്കിൽ ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ബെൻസീൻ റിയാക്ട്സ് വിത്ത് ആൽക്കൈൽ ഹാലൈഡ് ഇൻ പ്രസൻസ് ഓഫ് ആൻഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് ടു ഫോം ആൽക്കൈൽ ബെൻസീൻ എന്ന് പറയണം. ഇനി ആൽക്കൈൽ ബെൻസീൻ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കോമ്പൗണ്ടിന്റെ പേര് പറയാൻ പറഞ്ഞാൽ അത് മീഥൈൽ ബെൻസീൻ എന്ന് എഴുതാം. മീഥൈൽ ബെൻസീൻ. അതുപോലെ തന്നെ ഈ കോമ്പൗണ്ടിന്റെ പേര് ഈഥൈൽ ബെൻസീൻ എന്ന് എഴുതാം. ഇനി മീഥൈൽ ബെൻസീൻ മാത്രം മറ്റൊരു കോമൺ നെയിം ഉണ്ട്, അത് നിങ്ങൾക്കറിയാം, അത് TOLUNE. ടൊളൂൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കോമ്പൗണ്ട് മീഥൈൽ ബെൻസീൻ ആണെന്ന് ഓർമ്മിക്കുക. ഓക്കെ, അപ്പൊ പ്രോപ്പർട്ടീസ് ആയിട്ട് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ബെൻസീന്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ നൈട്രേഷൻ ആണ്. നൈട്രേഷന്റെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: ബെൻസീൻ ഓൺ നൈട്രേഷൻ വിത്ത് നൈട്രേറ്റ് മിക്സ്ചർ ബ്രാക്കറ്റിൽ കോൺസെൻട്രേറ്റ് നൈട്രിക് ആസിഡും കോൺസെൻട്രേറ്റ് സൾഫർ ടു ഫോം നൈട്രോ ബെൻസീൻ എന്ന് പറയുന്ന ഒന്നാമത്തെ പ്രോപ്പർട്ടി. രണ്ടാമത്തെ ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ, ബെൻസീൻ ഓൺ ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ ഇൻ പ്രസൻസ് അല്ലെങ്കിൽ വിത്ത് ആൽക്കൈൽ ഹാലൈഡ് ആൻഡ് ആൻഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് ടു ഫോം ആൽക്കൈൽ ബെൻസീൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കൊന്ന് സമറൈസ് ചെയ്യാം. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ആൽക്കൈൻസിന്റെ പ്രിപ്പറേഷൻ മെത്തേഡുകൾ, ആൽക്കൈന്റെ പ്രിപ്പറേഷൻ ആയിട്ട് ഒന്ന് ഹൈഡ്രോകാർബൺ എന്നുള്ള പ്രിപ്പറേഷൻ മെത്തേഡ് കണ്ടു. അതുപോലെ രണ്ടാമത്തെ ആൽക്കൈൽ ഹാലൈഡ് വുഡ്സ് റിയാക്ഷൻ, പ്രോപ്പർട്ടീസ് ആയിട്ട് ഐസോമറൈസേഷൻ, അതുപോലെ തന്നെ അരോമാറ്റൈസേഷൻ അല്ലെങ്കിൽ റിഫോമിംഗ്. ഇനി ബെൻസീൻ എന്ന കോമ്പൗണ്ട് പ്രിപ്പറേഷൻ ആയിട്ട് 3 മെത്തേഡുകൾ പറഞ്ഞു. ഫിനോൾ എന്നുള്ള പ്രിപ്പറേഷൻ മെത്തേഡ്, സോഡിയം ബെൻസോയേറ്റ്, സൈക്ലിക് പോളിമറൈസേഷൻ ഓഫ് അസറ്റൈലിക് ഗ്യാസ്. പ്രോപ്പർട്ടീസ് ആയിട്ട് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആണ് പറഞ്ഞത്, നൈട്രേഷനും അതുപോലെ തന്നെ ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷനും. ഓക്കെ, അപ്പോൾ ഇത് ഇക്വേഷൻസ് ആണ്. ഇക്വേഷൻസ് പഠിക്കുന്ന സമയത്ത് ഇക്വേഷൻ മാത്രമായിട്ട് പഠിക്കരുത്, സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞ് എഴുതി പഠിക്കുക. 5, 6, 7 പ്രാവശ്യം എഴുതി പഠിച്ചാൽ അത് കൃത്യമായി ഓർമ്മയിരിക്കുള്ളൂ. സ്റ്റേറ്റ്മെന്റുകൾ പഠിക്കുക, കൂടെ ഇക്വേഷൻസ് പഠിക്കുക. അങ്ങനെ ആവർത്തിച്ച് പഠിച്ചാൽ ഇക്വേഷൻസ് ഓർമ്മയിരിക്കുള്ളൂ എന്ന് ഓർമ്മിക്കുക. സോ ഇത്രയും കാര്യങ്ങൾ നല്ലോണം പഠിക്കുക.